കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ അമ്മയുടെ അടുത്ത് നിന്നെ പരിചയപ്പെടുത്തണമെന്ന് കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. നോക്ക്, ഇന്ന് തന്നെ നിന്നെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്തെന്നറിയോ നിനക്ക്? ഇന്നെന്റെ അമ്മയുടെ പിറന്നാളാ. ഇതെന്റെ അമ്മയുടെ സാരിയാ. എനിക്ക് വേണ്ടി നീ ഇത് എന്നെ ഒന്ന് ഉടുത്ത് കാണിക്കോ? പ്ലീസ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. നിന്നെ കാണുമ്പോ എന്റെ അമ്മയെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു. നിന്നെ നോക്കുമ്പോ ഇത്രയും നാൾ എനിക്ക് കിട്ടാതെ പോയ എന്റെ അമ്മയുടെ സ്നേഹത്തെ നന്നായി അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷമുണ്ട്. ഒരു സെക്കൻഡ്. നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടോയ്. ഉലകിതിനോടും പൊരുതിടുമിനി ഞാൻ നിന്നെ നേടാനഴകേ. ഈ ടോയ് വാങ്ങിക്കാനായിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ നിനക്ക്? ഒരു കാര്യം അറിയോ? ഈ ടോയ് നീയാ. നീ എന്റെ മാത്രം റാണിയാ. രാധിക, എത്രയോ പ്രാവശ്യം മിസ്സായിപ്പോയി. ഞാനിപ്പോ വീണ്ടും ചോദിക്കുക, നീ എന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് വരുമെന്ന് ഈ നിമിഷം വാക്ക് നൽകണം.
രാധിക. അമർ, അത് ഇപ്പൊ സംസാരിക്കാൻ ടൈമുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ പ്ലീസ്. അമർ, എനിക്ക് അർജന്റായിട്ട് പോകണം. രാധിക, രാധിക. ഹലോ. ഹലോ, ഇയാള് ബിസിയാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ? സാരില്ല, പറഞ്ഞോളൂ. നിങ്ങളുടെ നമ്പർ വാങ്ങി ഇങ്ങനെ ഫോൺ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എനിക്ക് തന്നോടൊരു കാര്യം പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് വിളിച്ചത്. എന്ത് കാര്യം? നമ്മുടെ കാര്യം തന്നെയാ. ഞാൻ നിങ്ങളെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. തൻ്റെ വീട്ടിലെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടെന്നുള്ളത്. തനിക്കെന്നെ ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനൊരു ഒറ്റ കാര്യം പറയാൻ വേണ്ടിയാ ഇയാളെ ഇപ്പോൾ വിളിച്ചത്. ഇയാളുടെ അച്ഛൻ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ, ഇയാളുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ, തൻ്റെ അനിയത്തിക്ക് എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ എന്നെ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഇയാൾ ഒരിക്കലും ഡിസൈഡ് ചെയ്തു. ഓക്കെ? എന്റെ കാര്യം പറയുകയാണെങ്കിൽ പരിചയസമ്പത്തുള്ളവരുടെ ഇഷ്ടവും അവരുടെ സമ്മതവും ഇല്ലാതെ ഞാൻ ബിസിനസ് പോലും ചെയ്യാറില്ല. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭാവി വധുവായി വരാൻ പോകുന്ന പെൺകുട്ടിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാതെ അവളുടെ സമ്മതം ഇല്ലാതെ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് അവര് പറയുന്നതോ ഇവര് പറയുന്നതോ കേട്ട് ഒരു വ്യക്തതയില്ലാത്ത ഡിസിഷൻ എടുക്കാതെ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ആദ്യം രാധിക ഒരു 100 തവണയെങ്കിലും ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി. ഫോൺ ചെയ്ത് ഇയാളുടെ സമയം കളഞ്ഞതിന് ഐ എം സോറി. അയ്യോ, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. വെൽക്കം. എന്തായാലും ശരി, അമറുമായുള്ള ബന്ധത്തെപ്പറ്റി ഇന്ന് തന്നെ അച്ഛനോട് പറയണം. അമറിന് ഞാനെന്ന് വെച്ച വലിയ ജീവനാണ്. ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല.
അച്ഛാ നല്ലതുപോലെ കഴിക്കണം കേട്ടോ. അമ്മയ്ക്ക് കുറച്ച് തരട്ടെ? വേണ്ട മോളെ, മതി. കുറച്ചുകൂടെ കറി ഒഴിക്കട്ടെ മോളെ? ഒഴിച്ചോളൂ അമ്മേ. ആഹാ, ചേച്ചി കൃത്യസമയത്ത് എത്തിയല്ലോ. വാ ചേച്ചി, എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം. എന്താ മോളെ വല്ലാണ്ടിരിക്കുന്നേ? രാധിക, എന്താ മോളെ ആലോചിക്കുന്നേ? അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. ആയിക്കോട്ടെ മോളെ, ആദ്യം വന്നിരുന്ന ആഹാരം കഴിക്കാം, അതിനുശേഷം സംസാരിക്കാമല്ലോ. ഞാൻ കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാം. ആദ്യം എന്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് അച്ഛനോട് പറയണം. എന്താ ചേച്ചി അത്രയ്ക്ക് അർജന്റ് എന്താണ്? ആദ്യം അച്ഛൻ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കട്ടെ, അത് കഴിഞ്ഞ് പറയാം. പ്രിയ, നിനക്ക് മനസ്സിലാവില്ല, നീ മിണ്ടാതിരിക്ക. ഞാൻ ഈ കാര്യം അച്ഛനോട് പറയണമെന്ന് ഞാൻ എത്ര തവണ ശ്രമിച്ചതാ. ഓരോരോ പ്രാവശ്യം എന്തെങ്കിലും തടസ്സങ്ങൾ വരും, എനിക്കത് പറയാനും പറ്റിയില്ല. അച്ഛാ, ഇപ്രാവശ്യം അച്ഛനത് കേട്ടേ പറ്റൂ. എനിക്കത് പറയണം. എനിക്കിപ്പൊ തന്നെ പറയും വേണം. എന്താ മോളെ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? മോൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് സമാധാനത്തിൽ പറഞ്ഞു. അച്ഛാ, എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ്. അവന്റെ പേര് അമർന്ന. നല്ലൊരു പയ്യനാ. ഞങ്ങൾ തമ്മിൽ പരസ്പരം ജീവന് തുല്യം സ്നേഹിക്കുകയാണ് അച്ഛൻ. ഞാൻ ഈ കാര്യം അച്ഛനോട് പലതവണ പറയാനായി ശ്രമിച്ചതാ, പക്ഷെ പറയാൻ പറ്റിയില്ല. ചേച്ചി ചേച്ചി എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? പ്രണയമാണത്രേ. പ്രണയമാണെന്ന് പറഞ്ഞു ഒരുത്തി പോയതാ. ആ ലാവണ്യ ഇപ്പൊ പെരുവഴിയാ. മാമനാണെങ്കിൽ മാനസികമായിട്ട് തെറ്റിയിരിക്കുക. പ്രിയ, അമർ അങ്ങനെ ഒരു പയ്യനല്ല. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുക. അവന്റെ മനസ്സ് മുഴുവനും ഞാൻ മാത്രമാണ്. എന്നെ അവന്റെ അമ്മയെ പോലെ സ്നേഹിക്കും. നിന്നെ അവൻ മയക്കെടുത്തതാ. ഇപ്പൊ ഇതെല്ലാം നിനക്ക് ശരിയായിട്ട് തോന്നും. നിനക്കവൻ ദൈവത്തെ പോലെയൊക്കെ തോന്നും. അവന് നീ ദേവതയാണെന്നും തോന്നും. കുറച്ചുനാള് കഴിയുമ്പോ അവന്റെ യഥാർത്ഥ സ്വഭാവം അറിയാൻ പറ്റും. പറ്റിപ്പോയത് തെറ്റാണെന്ന് മനസ്സിലാവുമ്പോ പിന്നെ എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും. ഇതുപോലെ വലിയൊരു ബന്ധം നിന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇങ്ങനൊരു നല്ല ബന്ധത്തെ വിട്ടുകളഞ്ഞിട്ട് ഇങ്ങനൊരു മോശമായ ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. അമ്മേ, സമ്പത്ത് കണ്ട് താലി കെട്ടണമെങ്കിൽ ഇതിനേക്കാളും നല്ല ബന്ധം 100 എണ്ണം വരും. പക്ഷേ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ഒരാളല്ലേ ഉണ്ടാവൂ അമ്മേ. അവന്റെ പേരാണ് അമർ. അച്ഛാ, അത് മാത്രമല്ല, അച്ഛൻ ഒരു പ്രാവശ്യം അമറിനോട് സംസാരിച്ചു നോക്ക്. ഉറപ്പായി അച്ഛൻ അമറിനെ ഇഷ്ടമാകും. പ്രേമിച്ച എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ മുമ്പിൽ തന്നെ നമ്മൾ കണ്ടതല്ലോ. നിങ്ങളുടെ മാമന്റെ വീട്ടിൽ സംഭവിച്ചത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുക.
നിങ്ങൾ രണ്ടുപേര് എന്റെ രണ്ട് കണ്ണുകളായിട്ട് ഞാൻ കണ്ടിരുന്നു. എന്റെ കണ്ണുകൾ തന്നെ എന്നെ വഞ്ചിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അച്ഛൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ അച്ഛനെ ചതിക്കല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടു പോയി. അമർ വഞ്ചിക്കുന്ന പയ്യനല്ല. അച്ഛൻ ഒരു പ്രാവശ്യം അമറിനെ കണ്ട ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അച്ഛൻ ഉറപ്പായും പറയും. മിണ്ടായിരിക്കടി. അവള് സ്നേഹിച്ചിട്ട് വന്നിരിക്കുന്നു. ആ ബന്ധത്തെ ഉപേക്ഷിച്ചിട്ട് മര്യാദയ്ക്ക് വന്ന പയ്യനെ കല്യാണം കഴിക്കാൻ നോക്ക്. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. ഈ പെമ്പിള്ളാരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് അന്ന് മാമ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വിഷമം കാരണമാണെന്നാ വിചാരിച്ചെ. പക്ഷേ ചേച്ചി അത് സത്യമാക്കി മാറ്റി. പ്രിയ, നീ ഒന്നും മിണ്ടാതിരിക്ക. നിനക്ക് അമറിനെ പറ്റിയും അവന്റെ സ്വഭാവത്തെ കുറിച്ച് എന്തറിയാം? അമർ എത്ര നല്ലവനാണെങ്കിലും ഈ പ്രണയമൊന്നും നമ്മുടെ കുടുംബത്തിന് സെറ്റാവില്ല. പ്രിയ, നീ ഓവറായിട്ട് സംസാരിക്കരുത്. എനിക്ക് അമറിനെ ഒരുപാട് ഇഷ്ടം. നിങ്ങൾ ഇനിയിപ്പോ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അമറിനെ മാത്രമേ വിവാഹം ചെയ്യുകയുള്ളൂ. നീ എന്താണ് പറഞ്ഞത്? അമ്മ അടിച്ചാലും അച്ഛൻ വഴക്ക് പറഞ്ഞാലും എന്തായാലും ശരി, എന്റെ പ്രണയത്തെ പറ്റി എന്തായാലും അച്ഛനോട് പറഞ്ഞേ മതിയാകൂ. തീർച്ചയായിട്ടും ഞാൻ പറയും. ചേച്ചി, എന്തു പറ്റി? എന്താ വല്ലാണ്ടിരിക്കുന്നെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പറയുന്നത് കേൾക്കുമ്പോഴേ എന്തോ സ്ട്രെസ് ഉള്ളതുപോലെ. എന്ത് പറ്റിയെന്ന് പറയേച്ചി. ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞേ. പ്രിയ, അച്ഛൻ എവിടെയുള്ളത്? റൂമിലാണല്ലോ. ചേച്ചി, അച്ഛന് സുഖമില്ലെന്ന് ചേച്ചിക്ക് അറിയാലോ. ടാബ്ലറ്റ് കഴിച്ച് ഇപ്പൊ കിടന്നതേ ഉള്ളൂ. ചേച്ചി, ഇങ്ങോട്ട് വന്നേ. ചേച്ചി, അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞതല്ലേ, അവിടെ ചെന്ന് എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? പ്രിയ, എനിക്ക് അർജന്റായിട്ട് അച്ഛനോട് സംസാരിക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉറങ്ങുന്ന അച്ഛനെ വിളിച്ചുണർത്താൻ മാത്രം അത്രയ്ക്ക് അത്യാവശ്യം എന്താണ് ചേച്ചി? അച്ഛന് സുഖമില്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? ചേച്ചിയോടല്ലേ ഞാൻ സംസാരിക്കുന്നേ, എന്താ മിണ്ടാതെ നിൽക്കുന്നേ? അത്രയ്ക്ക് അത്യാവശ്യം എന്താണ്? എന്താണ് പറ്റിയേ? കണ്ടില്ലേ അമ്മേ, ചേച്ചിക്ക് അച്ഛനോട് എന്തോ അർജന്റായിട്ട് സംസാരിക്കണമെന്ന്. ഉറങ്ങി കിടക്കുന്ന അച്ഛനെ എഴുന്നേൽപ്പിക്കാൻ അത്രയ്ക്ക് അത്യാവശ്യം എന്താന്ന് ചോദിച്ചപ്പോ പറയുന്നില്ല. അവൾക്ക് എന്താ പറ്റിയത്? വല്ലാണ്ടിരിക്കുന്നു. ഇപ്പൊ മാത്രമല്ല, 2 ദിവസമായിട്ട് ചേച്ചി ഇങ്ങനെയാ പെരുമാറുന്നത്. അവൾ അനുഭവിക്കുന്ന ടെൻഷനെ കുറിച്ച് എനിക്കറിയാം. ഈ ബന്ധം നടന്നു കഴിഞ്ഞാൽ പിന്നെ പഠിത്തം പാതി വഴി ഉപേക്ഷിക്കേണ്ടി വരുമെന്നുള്ള പേടിയുണ്ടാ.